നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. തൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്ന അവൻ്റെ കൈ കണ്ട് അവൾ പുറകിലേക്ക് നീങ്ങി നിന്നു. തൻ്റെ മനസ്സ് വെളിപ്പെടുമോ എന്ന ആശങ്കയിൽ അവൻ ഗൗരവം നടിച്ചു ചോദിച്ചു, എന്തിനാ നിന്റെ അച്ഛൻ ഓഫീസിൽ വന്നത്? എന്നെ കാണാൻ, അവൾ മറുപടി പറഞ്ഞു. കാണാനോ? എന്തിന്? അവൻ ചോദിച്ചു. അതെൻ്റെ അച്ഛനായതുകൊണ്ട്, അവൾ പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നല്ല ഒരാളും നിന്നെ കാണാൻ വരണ്ട, ദേവൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരുന്നതിൽ നിങ്ങൾക്കെന്താ? ഗൗരി ചോദിച്ചു. അയാൾ നിന്നെ കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല, ദേവൻ പറഞ്ഞു. അതെൻ്റെ അച്ഛനാ. എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരരുതെന്ന് പറയാൻ നിങ്ങളാരാ? ഗൗരി ചോദിച്ചു. അച്ഛൻ ഏതോ ഒരുത്തൻ ചെന്ന് മകളെ തരണം, കാശ് തരാമെന്ന് പറഞ്ഞ അവൻ്റെ കൂടെ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു വിടുന്നവനാണോടി അച്ഛൻ? നിന്നെ ഇപ്പം സംരക്ഷിക്കുന്നത് ഞാനാ. നിന്നെ ആരെങ്കിലും കാണാൻ വരുന്നത് എനിക്കിഷ്ടമല്ല, അത് നിന്റെ അച്ഛനായാലും, ദേവൻ പറഞ്ഞു. അത് കേട്ട അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരാളുടെ സംരക്ഷണയിൽ കഴിയുന്ന ഒരു പെണ്ണിനെ സമൂഹം എങ്ങനെ കാണുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ സമൂഹത്തിൻ്റെ കണ്ണിൽ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കുറ്റാ. എന്നാൽ മറ്റൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നത് അതിലും വലിയ പാപാ. എൻ്റെ കണ്ണീരിന് ഈ മണ്ണിൽ വിലയുണ്ടാവില്ലായിരിക്കാം, പക്ഷേ എൻ്റെ അന്തസ്സിന് വിലയുണ്ട്. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വരുമ്പോൾ ഉരുകിത്തീരുന്നത് എൻ്റെ മനസ്സാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? സംരക്ഷണം എന്ന പേരിൽ നിങ്ങൾ നൽകുന്ന ഈ തണൽ പോലും നാളെ എനിക്കൊരു ബാധ്യതയാകുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. സഹതാപത്തേക്കാൾ കൂടുതൽ കുത്തുവാക്കുകൾ എറിയുന്നവരാ നമുക്ക് ചുറ്റുമുള്ളവർ. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തുടർന്നു. എൻ്റെ അച്ഛന് എന്നോട് സ്നേഹം ഉണ്ടാവില്ലായിരിക്കാം, എങ്കിലും അച്ഛൻ്റെ തണലിൽ എൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടില്ല. സ്നേഹമില്ലാത്ത വീടാണെങ്കിലും അവിടെ എനിക്കൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ആ അഡ്രസ്സാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ഇതെല്ലാം നിങ്ങൾ കാരണമല്ലേ? അവൾ ചോദിച്ചു. അവളുടെ ആ ചോദ്യം അവൻ്റെ ഹൃദയത്തിലാണ് വന്നു തറച്ചത്. വാക്കുകൾ കൊണ്ട് മറുപടി പറയാനാവാത്ത വിധം അവൻ തളർന്നുപോയി. അവളുടെ കണ്ണുകളിൽ അപ്പോൾ അവൻ കണ്ടത് വെറും സങ്കടമായിരുന്നില്ല, മറിച്ച് തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു. എങ്കിലും അവൻ പറഞ്ഞു, മകൾ ആത്മാഭിമാനമുള്ളവളാണെന്നോ അവൾക്കൊരു അഡ്രസ്സ് വേണമെന്നോ നിന്റെ അച്ഛൻ കരുതിയിരുന്നെങ്കിൽ നിനക്കിവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ. മക്കൾക്ക് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അച്ഛൻ്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അയാളാ അത് നിനക്ക് നഷ്ടപ്പെടുത്തിയത്. ആരെങ്കിലും വന്നു ചോദിക്കുമ്പോഴേക്കും അവർക്ക് കൊടുക്കാൻ വിൽപ്പന ചരക്കായി വെച്ചിരിക്കുകയായിരുന്നില്ലേ നിന്നെ? 10 ലക്ഷം കൊടുത്താ നിന്നെ ഞാൻ വാങ്ങിയത്. അത് തിരികെ തരാതെ ഓഫീസിൽ നിന്നോ ഈ വീട്ടിൽ നിന്നോ നിനക്ക് പോകാൻ കഴിയില്ല. ഇതാ നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ എന്ന് പറഞ്ഞവൻ അവൾ ഓഫീസിൽ വെച്ച് എഴുതി കൊടുത്ത റെസിഗ്നേഷൻ ലെറ്റർ അവളുടെ മുഖത്തേക്ക് എറിഞ്ഞ് അവിടുന്ന് പോയി. അവൻ്റെ വാക്കുകൾ കേട്ടവൾ ഒരു തളർച്ചയോടെ ബെഡിലേക്കിരുന്ന് കൈകൾ കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. അവൻ ഡോറിനടുത്ത് ചെന്ന് അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ കരച്ചിൽ അവൻ്റെ ഹൃദയം തകർക്കുന്നതായി അവന് തോന്നി. സോറി ഗൗരി, നിന്റെ അന്തസ്സിനേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. ആരും അല്ലാത്തവളായല്ല, എൻ്റെ നിഴലായി തന്നെ നിന്നെ കൂടെ നിർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിന്നെ നഷ്ടപ്പെടുമെന്ന ചിന്ത എന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. നീ ഇല്ലാതെ എൻ്റെ ജീവിതം പൂർണ്ണമാകില്ലെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്നു. എന്നേക്കുമായി നിന്നെ എൻ്റെ കൂടെ നിർത്താൻ എനിക്കിപ്പോൾ മറ്റൊരു വഴിയും തോന്നുന്നില്ല. എൻ്റെ വാക്കുകൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് നീ ക്ഷമിക്ക്. ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ നീ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഞാൻ നഷ്ടപ്പെടുത്തിയ നിൻ്റെ അഡ്രസ്സ് ഞാൻ തിരികെ തരും. മിസ്സിസ് മഹാദേവനായി നീ ജീവിക്കും. ഇതെൻ്റെ മനസ്സിന് ഞാൻ കൊടുക്കുന്ന വാക്കാ, അവൻ മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് പതിയെ ഡോർ ചാരി അവിടുന്ന് പോയി. ദേവൻ റൂമിൽ ചെന്ന് ലാപ്ടോപ്പിൻ്റെ ബാഗും അവൻ്റെ കോട്ടും ബെഡിലേക്കിട്ട് ബെഡിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു. അവൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ട് അവൻ അതെടുത്ത് നോക്കി. രവിയായിരുന്നു. കോൾ കട്ട് ചെയ്ത് ഫോൺ ബെഡിലേക്കിട്ടു. അവൻ വീണ്ടും വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്ത് ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു, എന്താ? വീട്ടിലെത്തിയോ സാർ? രവി ചോദിച്ചു. മറ്റെവിടെ ഞാൻ പോകേണ്ടത്? ദേവൻ ചോദിച്ചു. സാർ നല്ല ദേഷ്യത്തിലാണല്ലോ. ഗൗരിയുമായി വഴക്കുണ്ടാക്കി കാണുമോ? രവി മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് ദേവനോട് ചോദിച്ചു, എന്തു പറ്റി സാർ? എനിക്ക് എന്തെങ്കിലും പറ്റിക്കാണാൻ ആഗ്രഹിക്കുന്നവനാണോ നീ? ദേവൻ ദേഷ്യത്തോടെ ചോദിച്ചു. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെ ആഗ്രഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാർ നല്ല ടെൻഷനിലാണെന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. എന്തു തന്നെ ആയാലും ടെൻഷൻ ആവണ്ട സാർ. ഞാൻ അവിടെ ഇല്ലാത്തതാ. സാറിന് മനസ്സ് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യം വഷളാവും. ഗൗരിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, അവൾ പേടിക്കും, രവി പറഞ്ഞു. നീ ഫോൺ വെച്ചോ, ദേവൻ പറഞ്ഞു. സാർ ഓക്കെയാണോ? രവി ചോദിച്ചു. ദേവൻ മൂളി.
കണ്ടോ സാർ, എൻ്റെ ഒരു വാക്ക് മതി സാർ സൈലൻ്റ് ആവാൻ. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ സാർ എന്തൊരു വയലൻ്റ് ആയിരുന്നു, രവി പറഞ്ഞു. ദേവൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ മനസ്സിനിപ്പോൾ വയലൻ്റ് ആവാൻ അറിയുന്നില്ല രവി, അവൻ മനസ്സിൽ ചിന്തിച്ചു. നീ എന്തിനാ വിളിച്ചത്, ദേവൻ ചോദിച്ചു. അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ. എന്താ അഞ്ജലി മാഡമായിട്ട് പ്രശ്നം, രവി ചോദിച്ചു. അത് നീ എങ്ങനെ അറിഞ്ഞു, ദേവൻ ചോദിച്ചു. ഞാൻ ദീപചേച്ചിയെ വിളിച്ചിരുന്നു. ഗൗരി ഇന്ന് ഓഫീസിൽ പോയതല്ലേ, അവിടെ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോന്നറിയാൻ ചേച്ചി പറഞ്ഞതാ. സാറിനോട് ഗൗരിയെക്കുറിച്ച് ചോദിച്ചാൽ സാറിന് ദേഷ്യം വരില്ലേ? അഞ്ജലി മാഡത്തിന് എന്തിനാ മെമ്മോ കൊടുത്തത്, രവി ചോദിച്ചു. ഗൗരിയെക്കുറിച്ചറിയാൻ നീ ഏടത്തിയല്ലേ വിളിച്ചത്, അഞ്ജലിയെക്കുറിച്ചറിയാൻ നാൻസിയെ വിളിച്ചോ എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. ആ സമയത്ത് ദേവൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു. സ്ക്രീനിൽ ട്രൂ കോളറിൽ ആനന്ദ് എന്ന പേര് കണ്ട് ദേവൻ മനസ്സിൽ വിചാരിച്ചു. അഞ്ജലി ആയിരിക്കും, അവളുടെ ഏട്ടൻ്റെ ഫോണിൽ നിന്ന്. കോൾ അറ്റൻഡ് ചെയ്യുന്നത് വരെ അവൾ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഓഫീസിൽ നിന്ന് കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഞാൻ കോൾ എടുത്ത എൻ്റെ നമ്പറാണെന്ന് അവൾ അറിയും. നമ്പർ മറ്റുള്ളവർക്കും പാസ് ചെയ്തു പോകും. ഹേമയ്ക്ക് നമ്പർ കിട്ടിയാൽ സ്വസ്ഥത ഉണ്ടാകില്ല. പല സ്ഥലത്തും ആ നമ്പർ ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ കഴിയാതെ ആ ഫോൺ രവിയെ ഏൽപ്പിക്കേണ്ടി വന്നത്. നമ്പർ സേവ് ചെയ്യാതിരുന്ന ആർക്കും കിട്ടില്ലെന്ന് വിചാരിച്ചു. ഇവൾ ആവശ്യക്കാരിയാണല്ലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എടുക്കും. അത്രയും പറഞ്ഞതിന് ശേഷം ഗൗരിയോട് സംസാരിക്കാൻ പറയുന്നത് എങ്ങനെയാ, അവൻ ചിന്തിച്ചു. എന്നിട്ട് ഫോൺ സൈലൻ്റ് ആക്കി ബെഡിലേക്കിട്ട് വാഷ്റൂമിലേക്ക് പോയി. ദേവൻ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ രാമേട്ടനും ഗൗരിയും കിച്ചണിൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഡൈനിങ് ഹാളിൽ ദേവനെ കണ്ട് ഗൗരി കഴിക്കാനുള്ളത് ടേബിളിന് മുകളിൽ കൊണ്ടുവന്നു വെച്ചു. അവനോടുള്ള ദേഷ്യം കൊണ്ട് അവൾ മുഖം കനപ്പിച്ചായിരുന്നു നടന്നിരുന്നത്. രാമേട്ടൻ പേടിച്ച് ഡൈനിങ് ടേബിളിനരികിൽ വന്ന് നിന്നു. രാമേട്ടാ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഗൗരി രാമേട്ടനും ദേവനും പ്ലേറ്റ് വെച്ചു കൊടുത്തു. ചപ്പാത്തി വിളമ്പിക്കൊടുത്തതിന് ശേഷം കറി ഒഴിച്ചു കൊടുത്തപ്പോൾ ദേവൻ ചോദിച്ചു, ഇതെന്താ ഇത്? തേങ്ങാ ചട്ടണി. ചപ്പാത്തിക്ക് നല്ലതാ, ഇരുന്ന് കഴിച്ചോ, ഗൗരി പറഞ്ഞു. രാമേട്ടാ എനിക്കുള്ളതൊന്നും ഉണ്ടാക്കിയില്ലേ, ദേവൻ ചോദിച്ചു. അത് കുഞ്ഞേ എന്ന് രാമേട്ടൻ പറഞ്ഞപ്പോൾ ഗൗരി പറഞ്ഞു, രാമേട്ടനല്ല ഞാനാ ഉണ്ടാക്കിയത്. എനിക്കിന്ന് തിങ്കളാഴ്ച വ്രതാ, അതുകൊണ്ട് നോൺ ഒന്നും ഉണ്ടാക്കിയില്ല. നീ എന്ത് വേണമെങ്കിലും എടുത്തോ, അതിന് ഞാൻ എന്തിന് കഴിക്കാതിരിക്കണം, ദേവൻ ചോദിച്ചു. തിങ്കളാഴ്ച വ്രതം പെണ്ണുങ്ങൾ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാ എടുക്കുന്നത്. നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് നിങ്ങളും നോൺ കഴിക്കണ്ട, ഗൗരി പറഞ്ഞു. അത് നീയല്ല തീരുമാനിക്കാൻ, നീ എൻ്റെ ഭാര്യയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. രാമേട്ടാ ഉച്ചയ്ക്കുണ്ടാക്കിയതില്ലേ, അതെടുക്ക്, ദേവൻ പറഞ്ഞു. ഉച്ചയ്ക്കുണ്ടാക്കിയതൊന്നും ഇവിടെ ഇല്ല, അതെല്ലാം എടുത്ത് കളഞ്ഞ് അടുക്കള ശുദ്ധാക്കിയതിന് ശേഷാ ഇതെല്ലാം ഉണ്ടാക്കിയത്, ഗൗരി പറഞ്ഞു. ദേവന് വല്ലാതെ ദേഷ്യം വന്നു. അവൻ പല്ലുകൾ കൂട്ടിഞ്ഞെരിച്ച് ദേഷ്യത്തോടെ ഗൗരിയെ നോക്കുന്നത് കണ്ട് രാമേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, കുഞ്ഞേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. വേണ്ട രാമേട്ടാ, ഇന്നൊരു ദിവസം ഇങ്ങനെ കഴിച്ചു നോക്കട്ടെ, എന്താ സംഭവിക്കാമെന്ന് നോക്കാലോ, ഗൗരി പറഞ്ഞു. അവൻ കുറച്ചുനേരം അവളുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിയിരുന്നു. അതിനുശേഷം മനസ്സില്ലാ മനസ്സോടെ ചപ്പാത്തി പൊട്ടിച്ചെടുത്ത് വായിലേക്കിട്ടു. അവൾ അവനെ തോൽപ്പിച്ച സന്തോഷത്തിൽ അവൻ്റെ മുഖത്തു നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ദേവൻ വിളമ്പിയ ചപ്പാത്തി മുഴുവൻ കഴിച്ചു തീർത്ത് വീണ്ടും ചപ്പാത്തി എടുത്ത് തേങ്ങാച്ചട്ടനി ഒഴിച്ചു കഴിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കിയിരുന്നപ്പോൾ എന്നെ തോൽപ്പിക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന ഭാവത്തിൽ അവളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. കഴിച്ചെഴുന്നേറ്റ് അവൻ TV ഓൺ ചെയ്ത് ലിവിംഗ് ഹാളിൽ സെറ്റിയിൽ പോയിരുന്നു. അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് രാമേട്ടനും ഗൗരിയും അവരവരുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞ് ദേവൻ TV ഓഫ് ചെയ്ത് ചെന്ന് ഗൗരിയുടെ റൂമിൻ്റെ ഡോറിൽ മുട്ടി. അവൾ വന്ന് ഡോർ തുറന്നപ്പോൾ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു, എന്താ നിന്റെ ഉദ്ദേശം? വെറും ദുരുദ്ദേശം. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് എൻ്റെ ഇളയമ്മ വാങ്ങിയ 10 ലക്ഷം രൂപ ഞാൻ തന്നാലേ എനിക്കിവിടുന്ന് പോകാൻ കഴിയുമെന്ന് അല്ലേ? 10 ലക്ഷം പോയിട്ട് 10 രൂപ പോലും ഞാൻ തരില്ല. ഒരു 10 ലക്ഷം കൂടി തരാം, നീ ഇവിടുന്ന് ഒന്ന് പോയി തരുമോയെന്ന് നിങ്ങളെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇന്ന് മാത്രമല്ല, ഇനിയുള്ള അധിക ദിവസവും എനിക്ക് വ്രതമായിരിക്കും, ഒപ്പം നിങ്ങൾക്കും. ഇത് ഇന്ന് വൈകുന്നേരം എടുത്ത തീരുമാനാ, അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി വ്രതമുള്ള ദിവസങ്ങളിൽ ഇവിടെ നോൺ വാങ്ങിക്കുക പോലുമില്ല, ഗൗരി പറഞ്ഞു. അവൻ റൂമിനകത്ത് കയറി അവിടെയുള്ള ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ഓഹോ മോളപ്പോൾ അതിനുള്ള പുറപ്പാടാ. കാണാം ഞാനാണോ നീയാണോ ജയിക്കുകയെന്ന്. നീ ഉണ്ടാക്കിയത് കൊണ്ടാണോന്നറിയില്ല, ചപ്പാത്തിക്ക് തേങ്ങാ ചട്ടണി ബെസ്റ്റായിരുന്നു. നീ കണ്ടില്ലേ ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത്. അത് കേട്ട് അവളുടെ മുഖം വാടി.
അവളുടെ മുഖം കണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ പറഞ്ഞു, ഏയ് ഇപ്പം തന്നെ തളർന്നാലോ? ഇതുകൊണ്ടൊന്നും ഞാൻ ഇവിടുന്ന് നിന്നെ പറഞ്ഞു വിടാൻ തീരുമാനിക്കില്ല. കുറച്ചുകൂടി സ്ട്രോങ് ആയി കളിക്ക്. ഞാൻ വെയിറ്റിംഗാ നിന്റെ കളികൾ കാണാൻ. എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്ക്. നോക്കാം ഇക്കാര്യത്തിൽ ഞാനാണോ നിങ്ങളാണോ ജയിക്കുന്നതെന്ന്. എന്നെക്കൊണ്ട് പൊറുതിമുട്ടി ഇവിടെ കിടന്ന് ശ്വാസം മുട്ട നിങ്ങൾ. ഒന്നിവിടുന്ന് പോയി തരുമെന്ന് നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കും, ഗൗരി പറഞ്ഞു. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ? ദേവൻ ചോദിച്ചു. അവൾ ഒന്ന് പതറി. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ആ 10 ലക്ഷം ഞാൻ തിരിച്ചു തരാം, ഗൗരി പറഞ്ഞു. ഓക്കെ ഡീൽ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോയി. അവൻ ഡോറിനടുത്ത് ചെന്ന് അവളെ ഒന്ന് എത്തി നോക്കി. എൻ്റെ മഹാദേവ, 10 ലക്ഷം ഞാൻ എങ്ങനെ കൊടുക്കും? അയാൾക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് വഴികൾ കാണിച്ചു തരണേ മഹാദേവ. അവൾ മുകളിലേക്ക് നോക്കി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. അത് കണ്ട് അവന് ചിരി വന്നു. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ ഫോണിൽ കോൾ മിസ്ഡ് കോൾ ആവുന്നതിൻ്റെ വൈബ്രേഷൻ വന്നപ്പോൾ അവൻ അതിൽ വീണ്ടും കോൾ വരുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ആ ഫോൺ എടുത്ത് നോക്കിയ ശേഷം ഗൗരിയെ ഒന്ന് നോക്കി.